നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമിസ്റ്റർ വൈസ് ആണ് നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് സെമിസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 സബ്ജക്റ്റ് ആണ് സെക്കൻഡ് സെമിസ്റ്ററിൽ ഉണ്ടായിരിക്കുക. അത് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നും അത് ഏത് രൂപത്തിലാണ് നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമിസ്റ്റർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഏകദേശം നമുക്കിപ്പോൾ ജൂൺ ജൂലൈ ടൈമിലായിട്ടായിരിക്കും എക്സാം വരുന്നുണ്ടായിരിക്കുക. നമുക്കിപ്പോൾ 6 മാസം കൂടുമ്പോഴാണ് നമുക്ക് സെമിസ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് എക്സാം വരാറുള്ളതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ നമുക്കിപ്പോൾ ഫസ്റ്റ് സെമ്മിന്റെ ക്ലാസ്സുകളും അതുപോലെ ബുക്സ് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന് മുൻപുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സെക്കൻഡ് സെമ്മിന്റെ ക്ലാസ്സുകൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് 4 സബ്ജക്റ്റ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ നമുക്ക് മലയാളമാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്ക് മെയിൻ ആയിട്ടും ചെറുകഥാ സാഹിത്യം, അതുപോലെ തന്നെ സംസ്കൃത ഭാഷാ പരിചയം, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ക്രിമിനോളജി, ഇത്രയും പേപ്പേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്നത്. അതിൽ ക്രിമിനോളജി എന്ന് പറയുന്ന പേപ്പറും അതുപോലെ തന്നെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറും നമുക്ക് കോമൺ പേപ്പർ ആണ്. അപ്പോൾ കോമൺ പേപ്പേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടൈം അനുസരിച്ച് ഏത് ടൈമിലാണോ കോമൺ പേപ്പേഴ്സ് ഏതൊക്കെയാ സബ്ജക്ട് ഇലക്ടീവ് പേപ്പേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേപ്പേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്ന ടൈമിൽ പേപ്പേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പേപ്പേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഒരു പേപ്പേഴ്സ് ആണ് എടുത്തത്, അതുകൊണ്ട് ഞാനും ഈ ഒരു പേപ്പേഴ്സ് എടുക്കാം എന്നുള്ള രീതിക്ക് ഒരാളും പേപ്പേഴ്സ് സെലക്ട് ചെയ്യരുത്. കാരണം നമുക്ക് ഈ ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന പേപ്പർ ഏതാണോ അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് മാത്രം നിങ്ങളൊരു പേപ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പറഞ്ഞു മലയാളത്തില് നമുക്കതിൽ മെയിനായിട്ടും സംസ്കൃത ഭാഷ പരിചയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുകഥാ സാഹിത്യം. അപ്പൊ ഇത്തരത്തിലുള്ള പേപ്പേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പൊ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു എക്സാമിനും അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു മലയാളം സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.